നിർമ്മാണം പൂർത്തിയായി ഒരു വർഷത്തോളം അടച്ചിട്ടിരുന്ന തിരുവനന്തപുരം ആക്കുളത്തെ കണ്ണാടിപ്പാലം സഞ്ചാരികൾക്ക് തുറന്നുകൊടുത്തു. മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് പാലം ഉദ്ഘാടനം ചെയ്തത്. നിർമ്മാണം പൂർത്തിയായതിനു ശേഷം പാളികളിൽ വിള്ളൽ കണ്ടതിനെ തുടർന്നാണ് ഒരു വർഷത്തോളം കണ്ണാടിപ്പാലം അടച്ചിട്ടത്. അതിമനോഹരമാണ് ആക്കുളത്തെ ഈ കണ്ണാടിപ്പാലം. ഒടുവിലിത പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. സാഹസിക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാനായി ടൂറിസം വകുപ്പിന്റെ സഹായത്തോടെ നിർമ്മിച്ചതാണ് ആക്കുളത്തെ കണ്ണാടിപ്പാലം. ആക്കുളം കായലിലൂടെയുള്ള മനോഹര കാഴ്ചകൾ കാണാൻ കഴിയുന്ന തരത്തിലാണ് നിർമ്മാണം. ഒരു വർഷം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും പാളികളിലെ വിള്ളൽ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ തടസ്സമായി. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസമാണ് പാലം പൊതുജനങ്ങൾക്ക് സമർപ്പിച്ചത്. ആളുകൾ വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണ്. തീർച്ചയായും ഗ്ലാസ് ബ്രിഡ്ജ് ഒരു വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ആ നിലയിൽ ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് ആരംഭിച്ചിടത്തൊക്കെ വലിയ നിലയിൽ ആളുകൾ വരുന്നുണ്ട്. തലസ്ഥാനമാണ്. തലസ്ഥാനത്തിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ഇടങ്ങളിൽ നിന്ന് ആളുകൾ വരും. അതെല്ലാ നിലയിലും നല്ലതാണ്. മുതിർന്നവർക്ക് 200 രൂപയും കുട്ടികൾക്ക് 150 രൂപയുമാണ് പ്രവേശന ഫീസ്. 50 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമുള്ള കണ്ണാടിപ്പാലത്തിൽ ഒരു സമയം 20 പേർക്ക് കയറാം. സൂപ്പറാണ്. നമ്മളെ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ പാലം എന്നാണ് കേട്ടത്. അപ്പം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് കാണണം. സൂപ്പറാണ്. കന്യാകുമാരി പോയി കണ്ടിട്ടുണ്ട്, നല്ല കയറിയിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കര പേടിയാവുന്നു കണ്ടപ്പോൾ. മറ്റേത് കടലിന്റെ മീതാണെങ്കിൽ ഇത് കാണുമ്പോൾ ഭയങ്കര താഴ്ച താഴെ. വെരി ഫാന്റാസ്റ്റിക് ആണ്. ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ്. സംസ്ഥാന സർക്കാരിന്റെ ചുമതലയിലുള്ള ടൂറിസം കേന്ദ്രങ്ങളിലെ ആദ്യത്തെ കണ്ണാടിപ്പാലമാണിത്. തിരുവനന്തപുരം DTPCയുമായി സഹകരിച്ച വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കണ്ണാടിപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീധർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.